റിയാസ് കൈമാർ വയനാട്ടിലുണ്ട്. വിശദാംശങ്ങൾ നൽകും അല്പസമയത്തിനകം. റിയാസ് ഇപ്പോൾ ചേരുകയാണ്. റിയാസ്, അവിടെ രക്ഷാദൗത്യം നടക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ അവിടെ നിന്ന് അറിയിക്കാമോ? തീർച്ചയായും ഈ നേരത്തെ സൂചിപ്പാറയിൽ 3 രക്ഷാപ്രവർത്തകർ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ള വിവരമാണ് ഏറ്റവും പുതിയതായി പങ്കുവെക്കാനുള്ളത്. ഇവിടെ ഇപ്പോൾ ചൂരൽ പുഴയുടെ തീരത്ത രക്ഷാദൗത്യം സജീവമായി തുടരുകയാണ്. ഹിറ്റാച്ചികളും JCBകളും എല്ലാം ഉപയോഗിച്ചുള്ള തെരച്ചിലാണ്. അതിനിടെ ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഇറക്കാൻ സാധിക്കുമോ എന്ന കാര്യം ഇവിടെ പരിശോധിക്കുകയുണ്ടായി. അത് വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു. എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ആയിരുന്നു ഇവിടെ വന്നത്. അത് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഹെലികോപ്റ്റർ ഇറക്കേണ്ടി വന്നാൽ അത് ലാൻഡ് ചെയ്യാൻ ഒരു ഇടമുണ്ടാകും എന്നത് പരിശോധിക്കാനായിരുന്നു നേരത്തെ ഹെലികോപ്റ്റർ എത്തിയത്. അത് സാധിച്ചു. ഇന്ന് അല്പം മുൻപ് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ വന്നിരുന്നു. അദ്ദേഹം ഇവിടെയെല്ലാം പരിസരങ്ങളെല്ലാം തന്നെ സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ 3 കോടിയുടെ ഒരു പുനരധിവാസ പാക്കേജ് പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ദുരന്തമുഖത്ത് സജീവമായി ഇടപെടുന്ന വളണ്ടിയർമാരാണ്. ഇപ്പോഴിതാ ഒരു 2 വളണ്ടിയർമാരുണ്ട് ഫിജി. അവരിലേക്ക് പോകാം. നിങ്ങൾ ദിവസവും കാണാറുണ്ടോ നിങ്ങളെ? എന്താണ് ഇവിടെ ഏതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്? എൻ്റെ പേര് രജീഷ്. ഞാൻ ULCC ലിമിറ്റഡിലെ സേഫ്റ്റി മാനേജറാണ്. ഊരാളുങ്കൽ ലിവർ കോൺട്രാക്ട് സൊസൈറ്റി. അപ്പോൾ ഞങ്ങൾ ഇത് വിവരം അറിഞ്ഞോടെ തന്നെ ഞങ്ങളുടെ ഒരു വർക്ക് 12 കിലോമീറ്റർ സ്ട്രെച്ചബിൾ വർക്ക് ഓൾറെഡി 4 മാസം ഏറ്റെടുത്തിരുന്നു. അതായത് മേപ്പാടി തൊട്ട് ചുരൽമല വരെ 12 കിലോമീറ്റർ. അതിൻ്റെ 4 മാസമായിട്ട് ഈ വർക്കില്ല. കിഫ്ബിൻ്റെ അണ്ടറുള്ള പ്രൊജക്റ്റാണ് നമ്മൾ കോൺട്രാക്റ്റായിട്ട് വർക്ക് ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് വർക്കേഴ്സും സ്റ്റാഫും ഇവിടെ മൊബിലൈസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ അന്ന് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായാൽ തന്നെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. നമ്മുടെ വർക്കേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഇൻസിഡൻറ്റ് ഓൺ ദ സ്പോട്ട് ഞങ്ങളെത്തി. ആദ്യം തന്നെ നമ്മളെ മാൻ പവർ, അതായത് ബ്ലഡ് ഡൊണേഷൻ ആയിരുന്നല്ലോ ഫസ്റ്റ്. നമ്മൾ ഈ ഹോസ്പിറ്റാലിറ്റി ആണല്ലോ നോക്കി. ബ്ലഡ് ഡൊണേഷൻ, മെഡിസിൻ, ഫസ്റ്റ് എയ്ഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ഫുഡ് ഫെസിലിറ്റി ചെയ്തു. പിന്നെ ഈ ബ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള എക്സ്കവേറ്റേഴ്സും എർത്ത് മൂവേഴ്സൊക്കെ നമ്മളിവിടെ ഈ നിങ്ങൾ കാണാം. ഈ ഫൗണ്ടേഷൻ ചെയ്തതൊക്കെ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ എക്സ്കവേറ്റേഴ്സാണ്. അതായത് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ പുഴ കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ എക്സ്കവേറ്റേഴ്സൊക്കെ വന്ന് ഫസ്റ്റ് നമ്മൾ ഈ ലാൻഡിങ് ഏരിയയിലൊക്കെ കൊടുത്തു. മിലിറ്ററിയെ സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ മേലെ പോയിട്ട് റെസ്ക്യൂ മെഷേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ തന്നെ ഈ PWDയുടെ അണ്ടർ തന്നെ 35ഓളം എക്സ്കവേറ്റേഴ്സ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഇനിയും നമ്മളെ എക്സ്കവേറ്റേഴ്സൊക്കെ ഇങ്ങോട്ട് വരാൻ റെഡിയാണ്. പക്ഷേ നമ്മൾ എല്ലാവരും കൂടി കൊണ്ടുവന്നിട്ട് കൂടുതൽ ഇഷ്യൂ ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഓൾറെഡി റെസ്ക്യൂ പർപ്പസ് നോക്കുന്നുണ്ട്. നമുക്ക് NDRF മിലിറ്ററിൻ്റെയൊക്കെ ഫയർഫോഴ്സിൻ്റെയൊക്കെ അസിസ്റ്റൻറ്റോടെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 5 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യം? നമുക്കറിയാം ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത് നിർമ്മാണ പ്രവർത്തന രംഗത്ത് ഏറ്റവും സജീവമായ ഇടപെടുന്ന ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ ഇത് ഈ ദുരന്തമുഖത്തുമുണ്ട്. അവരിൽപ്പെട്ട അവരുടെ ഊരാളുങ്കലിന് കീഴിലുള്ള തൊഴിലാളികളും ജീവനക്കാരുമൊക്കെയാണ് ഇവർ. അവരിവിടെ രക്ഷാപ്രവർത്തകരായി എത്തിയിരിക്കുകയാണ്. ഈ ബെയിലി പാലം നിർമ്മാണത്തിൽ നിങ്ങളുടെ വലിയൊരു പങ്കുണ്ട് സൈന്യത്തോടൊപ്പം എന്നുള്ളതാണ്. അത് ഏത് തരത്തിലുള്ള? അത് നമ്മളെ ഒരു ബ്രിഡ്ജായിട്ട് ബന്ധപ്പെട്ട ഒരു എഞ്ചിനീയർ ഉണ്ട്. അപ്പോൾ അത് നമ്മളെ ഈ ആർമിയായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ ചെയർമാൻ്റെ നിർദ്ദേശപ്രകാരം 40 അംഗ ടീം, അതിൽ നമ്മുടെ പാലമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയറാണ് ഈ ആർമിയുടെ നമ്മുടെ മേജർ ബാബു സാറുടെ ഇതിൽ കോർഡിനേഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അവരുടെയൊക്കെ വേണ്ട എല്ലാ യന്ത്രസാമഗ്രികൾ, മെറ്റീരിയൽസ് എല്ലാം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ മാൻ പവർ എല്ലാം തന്നെ നമ്മൾ അവരായിട്ട് കോർഡിനേറ്റ് ചെയ്ത് PWയുടെ ബൈജു സാറ് പുള്ളിയുടെ ഇതിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത്. 5 ദിവസമായി. 5 ദിവസമായി. ഡേ നൈറ്റ് ആയിരുന്നു. നമ്മൾ ഡേ നൈറ്റ് ആണല്ലോ ചെയ്തത്. അപ്പോൾ നമ്മളെ സൂചിപ്പിച്ചോളം നമ്മളെ എക്സ്കവേറ്റേഴ്സ് ഡേ നൈറ്റ് ഇവിടെ പ്രവർത്തിച്ചു. അങ്ങനെ നമ്മൾ മൂവ്മെൻറ്റിലൊക്കെ സഹായിച്ചു. ഇതിങ്ങനെ ലിഫ്റ്റ് ചെയ്യണമല്ലോ, സ്ലൈഡിംഗ് ലിഫ്റ്റാണ്. അതിലൊക്കെ സ്ലൈഡിങ്ങിലൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ അത് കൂടാതെ നമ്മൾ ഭക്ഷണ വിതരണം, പിന്നെ ക്യാമ്പിലേക്ക് വേണ്ട മെഡിസിൻസ്, അങ്ങനെ വസ്ത്രങ്ങൾ, ഇതൊക്കെ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഇവിടെ ഒരു ടീം 40 അംഗ ടീം വന്നിട്ട് നമ്മുടെ ചെയർമാൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ ഡേ ആൻഡ് നൈറ്റ് കഴിഞ്ഞ 5 ദിവസമായിട്ട്, അതേപോലെ NDRF ആയിട്ട് ചേർന്നിട്ട് ഈ ഹില്ലിൻ്റെ മുകളിൽ രക്ഷാപ്രവർത്തനത്തിൽ എല്ലാം ഏർപ്പെടുന്നുണ്ട്. നമ്മൾ സ്ക്വാഡായിട്ട് എല്ലാ ടീമിലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ അതെ തീർച്ചയായും മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഊരാളുങ്കലാണ് പലപ്പോഴും ഏകോപിപ്പിക്കുന്നത്. നമ്മളിവിടെ കണ്ട വെള്ളാർമല GVHS സ്കൂൾ ഈ ദുരന്തം തടയുന്നതിൽ നിർണായകമായൊരു പങ്ക് വഹിച്ചത് ഈ കെട്ടിടമാണ്. അത് കിഫ്ബിയുടെ ഊരാളുങ്കലുമായി ബന്ധമുണ്ടോ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. ഇതിപ്പോൾ റോഡ് കൺസ്ട്രക്ഷൻ മാത്രമാണ്. ഓൾറെഡി നമ്മൾ ഒരു വേറെ കോൺട്രാക്ട് ചെയ്താണ്. അതിൻ്റെ റീവർക്ക്
വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, 4 മാസമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോഡ് മാത്രം ഈ ഒരു സ്ട്രക്ചർ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഇവിടുന്ന് ഒരു 400 മീറ്ററിന് അപ്പുറമാണ് നമുക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ പിന്നെ മേപ്പാടി മുതൽ ഇവിടെ ഈ ഒരു ടൗൺ വരെയുള്ള ചൂരൽമല ടൗൺ വരെയുള്ള 12 കിലോമീറ്റർ സ്ട്രെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രൈനേജിൻ്റെ കൽവേർട്ടിൻ്റെ വർക്ക് നടക്കുന്നത്. വരുമ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ. മറ്റൊന്ന്, ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഈ ഇവിടുത്തെ റോഡുകൾ, മറ്റ് സംവിധാനങ്ങളൊക്കെ. ഈ ദുരന്തത്തിൽ തകർന്ന് സ്വാഭാവികമായും ഊരാളുങ്കൽ ആ പ്രവൃത്തി അതിന്റെ ഭാഗമായി ഏറ്റെടുക്കുമ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ മികച്ച റോഡുകൾ ഉറപ്പാക്കാൻ സാധിക്കുന്നു. കിഫ്ബിയാണ് തീരുമാനിക്കേണ്ടത്, ക്ലയന്റ് ആണല്ലോ തീരുമാനിക്കേണ്ടത്. നമ്മൾ ഇൻ കേസ് നമുക്ക് ഈ വർക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അതുകൂടെ നമ്മളെ സൊസൈറ്റിയുടെ പ്രത്യേക ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡ് വർക്ക് എന്ന് പറഞ്ഞാൽ 100% ക്വാളിറ്റി ആയിരിക്കും. അത് നമ്മളൊരു ജസ്റ്റ് ഒരു നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ മേഖല എന്നുള്ളതല്ല, നമ്മളൊരു സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ജനങ്ങളോട് ചേർന്ന് നിന്നിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം ആയതുകൊണ്ട് തന്നെ പിന്നെ ക്വാളിറ്റിയിൽ നമ്മൾ ഒരിക്കലും ഒരു വിട്ടുവീഴ്ച ചെയ്യാറില്ല. അത് ഏത് റോഡായാലും നമ്മൾ നല്ല സെറ്റായിട്ട് ചെയ്തിരിക്കും. ജനവികാരങ്ങളുണ്ട്, ജനവികാരം നമ്മളെ കൂടെ ഉണ്ട്. പക്ഷേ നമ്മൾ പ്രൊഫഷണലി സ്പീക്കിംഗ് നമുക്ക് വർക്ക് ഓർഡർ കിട്ടിയാലല്ലേ നമുക്ക് ചെയ്യാം. അതെ, ഇനി പൊതുമരാമത്ത് വകുപ്പ് കൂടി തീരുമാനിക്കുകയാണെങ്കിൽ ഈ ഇവിടെയുള്ള തകർന്ന തരിപ്പണമായ റോഡുകൾ പുനരുദ്ധരിക്കാൻ അതിൽ ഈ ഊരാളുങ്കലിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം ഊരാളുങ്കൽ നടത്തിയ പ്രവൃത്തി, അതിന്റെ ക്വാളിറ്റി നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ആ നിർമ്മാണ പ്രവൃത്തിക്കപ്പുറം ഇവിടെ രക്ഷാപ്രവർത്തനത്തിലും സജീവമാകുകയാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റിയും ഇതിന്റെ ജീവനക്കാരും.